4 BCD മഹോപദ്രവം ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 7 വർഷം ഭൂമിയിൽ നടക്കുവാനുള്ള മഹാകഷ്ടകാലം എന്ന വിഷയത്തെ നമ്മൾ പഠനമാക്കുകയാണ്. 3 BCD അവസാനിച്ചത് ഭൂമിയിലെ ക്രൈസ്തവ സഭ, അതായത് കൃപായുഗം കഴിഞ്ഞ് ദൈവജനത്തെ കർത്താവ് സ്വർഗത്തിലേക്ക് ചേർത്തുകൊണ്ടു അങ്ങനെ അവർക്ക് മഹാപ്രതിഫലവുമായി അവരെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് സ്വർഗീയന്മാരാക്കി തേജസ്സേറ്റവരായി 7 വർഷക്കാലം കർത്താവിനോടുകൂടി ആയിരിക്കുന്ന അവസ്ഥ. തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ 7 വർഷക്കാലം പ്രതിഫല വിഭജനവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ദൈവഭക്തന്മാർ സ്വർഗസ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന ഭൂമിയിലെ ശേഷം ജനം, എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവരെന്നും ആത്മീയരെന്നും ആത്മീയഗോളത്തിൽ തന്നെ ഏറ്റവും ഉന്നതരെന്നൊക്കെ അഭിമാനിക്കപ്പെടുന്ന കൊട്ടിഘോഷിക്കുന്നതായ ആളുകളിൽ തന്നെ കൈവിടപ്പെട്ടു പോകുന്നതായ നല്ലൊരു കൂട്ടം ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട്. അവരെല്ലാം മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ തുടർമാനമായും വേഗത്തിലും ചിന്തിക്കാൻ പോകുന്നു. ആസന്ന ഭാവിയിൽ ഭൂമിയിലെ കർത്താവിൻ്റെ സഭ അഥവാ എക്ലീഷ്യ, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായിരിക്കുന്ന സഭ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ ദശരാജ്യ സഖ്യരാഷ്ട്രം രൂപം പ്രാപിക്കുകയും അതിൻ്റെ നേതാവായി എതിർക്രിസ്തു എന്ന രാഷ്ട്ര നേതാവ് 7 വർഷത്തേക്ക് ഉറപ്പാക്കപ്പെടുന്ന ഉടമ്പടിയോടുകൂടെ രംഗത്തേക്ക് വരികയും ചെയ്യും. അതായത് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ 3 ഭൂഖണ്ഡങ്ങളിലായി 40-ലധികം രാജ്യങ്ങളിൽ നിന്നുമാണ് ദശരാജ്യ സഖ്യരാഷ്ട്രം രൂപം പ്രാപിക്കുന്നത്. അതിൽ ഒരു ചെറിയ നേതാവായി, ഒരു ചെറിയ കൊമ്പായി, ബലവത്ത ഒരു വ്യക്തിയായി ഒരുവനെ അധികാരത്തിൽ കൊണ്ടുവരും. സമാധാനത്തിന് പ്രതീകമായി വെള്ളക്കുതിരപ്പുറത്ത് വരികയും വരുവാനുള്ള ആഗോള യുദ്ധത്തെ കാണിക്കുന്നതായ ഒരു സ്വഭാവത്തിൻ്റെ വില്ല് തൻ്റെ കയ്യിൽ ഉള്ളത് നമ്മൾ പുറകാലിൽ വായിച്ച് ചിന്തിക്കും. അവൻ അധികാരം ഏറ്റ് ഉടമ്പടി ഉറപ്പിച്ച് കിരീടധാരിയായി ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെടും. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ തന്ത്രശാലിയും ഏറ്റവും വലിയ ഒരു കരുത്തനായ നേതാവുമായിരിക്കും ഈ നേതാവായിരിക്കുന്ന വ്യക്തി. ചെറിയവനായി രംഗപ്രവേശം ചെയ്ത് ഉപായത്താലും നയബുദ്ധിയാലും രാജ്യതന്ത്രജ്ഞതയാലും അവൻ സഖ്യരാഷ്ട്രത്തിൻ്റെ സർവാധിപതിയായി തീരും. ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവായിരിക്കും. ആകർഷക ജ്ഞാനപുരുഷനും അതീവ ബുദ്ധിമാനുമായിരിക്കും. ഇത് ഭൂമിയിലെ ഭക്തന്മാരായിരിക്കുന്ന ദൈവമക്കൾ ഉയരത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കഴിയുമ്പോൾ ഒരു രാജ്യത്തെയല്ല, ഇസ്രയേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ മൊത്തമായി ഏകോപിപ്പിച്ച് ഭരിക്കുന്നതായ ശക്തനായ ഒരു നേതാവ് രംഗപ്രവേശനം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഈ വ്യക്തിയെ തുടർന്ന് ആൻറ്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർക്രിസ്തു എന്നറിയപ്പെടും. ആൻറ്റിക്രൈസ്റ്റ് യഹൂദനായിരിക്കും. അവൻ യഹൂദനല്ല, മറ്റു പല രാജ്യത്തിലെ ഇന്ന നിലവിലുള്ളവരായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഈ ഭൂതല രാഷ്ട്രങ്ങളിലുണ്ടായിരുന്ന പല വ്യക്തികളെയും അന്തിക്രിസ്തു എന്ന് മുദ്രകുത്തിയതായ ധാരാളം ക്രൈസ്തവ ഭക്തന്മാർ, നേതാക്കന്മാർ, ക്രൈസ്തവ പണ്ഡിതന്മാർ എന്ന് അഭിമാനപ്പെടുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ പോപ്പിനെ ആൻറ്റിക്രൈസ്റ്റാക്കി കണ്ടവരുണ്ട്. സദാം ഹുസൈനെ ആൻറ്റിക്രൈസ്റ്റായിട്ട് പരസ്യമായി പ്രസംഗിച്ച് നടന്നവരുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരമേറ്റ ഒബാമയെ ആൻറ്റിക്രൈസ്റ്റ് ആണെന്നും സാക്ഷാൽ ആൻറ്റിക്രൈസ്റ്റ് ഇവനാണെന്നും പ്രസംഗിച്ച പ്രസംഗം തന്നെയും
പലരും കേട്ടിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല ആൻറ്റി ക്രൈസ്റ്റ്. ആൻറ്റി ക്രൈസ്റ്റ് സാക്ഷാൽ ഒരു യഹൂദനായിരിക്കും. അതിന് കാരണമുണ്ട്. അന്യജാതിക്കാരനെ ഒരിക്കലും യഹൂദന്മാർ മസിയായി അംഗീകരിക്കുകയില്ല. ഇസ്രയേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ മസിയ രാജാതി രാജാവായി വാഴുകയും ആ മഹാരാജാവിൻ്റെ അധികാരം സർവ്വലോകത്തിലേക്ക് വ്യാപരിക്കുകയും ചെയ്യും. അതിന് ദൈവം തിരഞ്ഞെടുത്ത ഏകരാഷ്ട്രം ഇസ്രയേൽ ആകുന്നുവെന്ന് യഹൂദന്മാർ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദീയ ലോകത്തിൽ നിന്നും ഒരു അറബിയോ മറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്നും വേറെ ഏതെങ്കിലും ഉന്നതനോ താണവനോ എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെയോ നേതാവായി അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അധിപനായി അവർ അംഗീകരിക്കുകയില്ല. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2 ഗോത്രങ്ങൾ പഴയ ഗോത്രങ്ങൾ മാറ്റി വേറെ 2 പേരാണ് അവിടെ വന്നിരിക്കുന്നത്. ബൈബിളിൻ്റെ അവസാന ഭാഗം വന്നാൽ അവിടെ വന്നിട്ട് ചാർട്ടുകൾ കാണാൻ കഴിയും. അതിൽ 12 ഗോത്രങ്ങളുടെ പേരുണ്ട്. ഇതിലൊക്കെ ചില വ്യത്യസ്തതകൾ കാണുന്നുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്ന ഗോത്രങ്ങളിൽ ദാൻ ഗോത്രമില്ല, എഫ്രൈം ഗോത്രമില്ല. അതിന് കാരണം അവരുടെ ആ ഗോത്രങ്ങളെക്കുറിച്ചുള്ളതായ സാക്ഷ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഗോത്രങ്ങളെ എടുത്തു മാറ്റി വേറെ ഗോത്രങ്ങളെ അതിനകത്ത് കയറ്റിയതായിട്ടാണ്. ഉൽപ്പത്തി 49-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദാൻ ഒരു പാമ്പും വഴിയിലൊരു സർപ്പവും എന്ന് ദാൻ ഗോത്രപിതാവിൻ്റെ പിതാവ് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാക്കോബ് ദാൻ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാമ്പെന്നും സർപ്പമെന്നൊക്കെ ആയതുകൊണ്ട് സർപ്പസന്തതിയായ സർപ്പവിഷമുള്ള മഹാസർപ്പമായ കോരനായ പിശാചിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ആൻറ്റിക്രൈസ്റ്റ് വരണമെങ്കിൽ ദാൻ ഗോത്രത്തിൽ നിന്ന് വരണമെന്ന് ഒരു കൂട്ടർ പറയുന്നു. പിന്നെ എഫ്രൈം ഗോത്രം പുഴുക്കുത്തു പിടിച്ച ഗോത്രമെന്നും മറിച്ചിടാത്ത ദോശയെന്നും പിന്നെ ഇങ്ങനെ പല നെഗറ്റീവ് ഭാഗങ്ങളെ എടുത്ത് കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നാശയോഗ്യമായ എഫ്രൈം ഗോത്രത്തിൽ നിന്നും ആൻറ്റിക്രൈസ്റ്റ് വരണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തന്നെ വ്യത്യസ്തമാണ്. അവർ ചിന്താകുലരാണ്. പിന്നെ യഹൂദന്മാരാകട്ടെ സാക്ഷാൽ ഇസ്രയേലിൻ്റെ രാജാവ് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായിരിക്കണം. മൃഗരാജനായ സിംഹം പോലെ സകല മാനവരാശിയുടെയും രാജാവ് എന്നുള്ള നിലയിൽ ശക്തനായ ഒരു വ്യക്തി യഹൂദ ഗോത്രത്തിൽ നിന്ന് വരണം എന്ന് യഹൂദന്മാർ പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ യഹൂദ ഗോത്രത്തിൽ നിന്ന് തന്നെ ആൻറ്റിക്രൈസ്റ്റ് വരും, എന്നാലേ യഹൂദന്മാർ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് ഗോത്രത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഇവിടെ ആൻറ്റിക്രൈസ്റ്റായി അംഗീകരിക്കേണ്ടത്? മനുഷ്യൻ്റെ ചിന്തയിൽ അവർക്കറിയാവുന്നതായ അറിവിന് പരിധിയുണ്ട്. പരിധിക്കകത്തു നിന്നാണ് ഇങ്ങനെ പറയുന്നത്. വിശ്വാസയോഗ്യമായ കാര്യം ഏത് രാജ്യത്തിൽ നിന്നുമാകാം ആൻറ്റിക്രൈസ്റ്റ് എഴുന്നേൽക്കുന്നത്. പക്ഷേ ഏത് രാഷ്ട്രത്തിൽ നിന്നും എഴുന്നേറ്റാലും അവൻ സാക്ഷാൽ യഹൂദൻ തന്നെ ആയിരിക്കും. അവൻ ഓർത്തഡോക്സ് ജ്യൂസ്, പരമ്പരാഗതമായി അവൻ നല്ലൊരു യഹൂദൻ തന്നെ ആയിരിക്കും. അവന് അതിനെ തെളിവോടുകൂടെ ഇസ്രായേൽ ജനം സ്വീകരിക്കും. ഇസ്രായേലിൻ്റെ നേതാവായി രാജാവായി അവർ അംഗീകരിക്കും. അവൽ കാണുന്ന വിശേഷ ഗുണങ്ങൾ അവൻ്റെ സമാധാനത്തോടുകൂടെയും നയതന്ത്രത്തോടുകൂടെയുമുള്ളതായ ആ ഇടപാട് നിമിത്തം ആ വ്യക്തിയെ ഇസ്രായേൽ രാജാവായി അംഗീകരിക്കും, യഹൂദന്മാർ രാജാവായി അംഗീകരിക്കും. അങ്ങനെ യഹൂദ രാഷ്ട്രവുമായി ശക്തമായ 7 വർഷത്തെ ഉടമ്പടിയോടുകൂടെ ഭരണസാരഥ്യം ഏറ്റെടുക്കും. അതോടുകൂടെ ദാനിയേൽ 8-19 വാക്യത്തിൽ വായിക്കുന്നു, കോപത്തിൻ്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ എന്ന് ഗബ്രിയേൽ മാലാഖ ബാബേലിനായിരിക്കുന്നതായ ദാനിയേലിനോട് സംസാരിക്കുന്നു. അപ്പോൾ ദാനിയേലോട് പറയുന്നു, കോപത്തിൻ്റെ അന്ത്യകാലത്തേക്കുള്ള ദർശനം ഞാൻ നിന്നെ അറിയിക്കാം, അത് അന്ത്യകാലത്തേക്കുള്ളതാണ്. ഇപ്പോൾ നീ അടച്ചു മുദ്രയിടുക, അന്ത്യകാലത്തേക്ക് ആ മുദ്ര തുറക്കും എന്ന് പറയുന്ന ഭാഗമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ ഒരു വിഷയം കൂടെ ഇക്കൂട്ടത്തിൽ പറയാം. ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ ഘട്ടം അന്നുണ്ടാകും. ആ വിഷയം സംഭവിക്കാൻ തുടങ്ങുക. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് എവിടെ മുതൽ തുടങ്ങുന്നു? അതിന് മറുപടി വളരെ വ്യക്തമാണ്.
വെളിപ്പാട് പുസ്തകത്തെ പഠന വിഷയമാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് ഭാവി പ്രത്യാശയും നിത്യതയിലെ മഹത്വമാണ് ഇതിൽ കൂടെ നമുക്ക് ചൈതന്യാത്മകമായി ലഭിക്കുന്നത്. ചരിത്ര പ്രവചന വിഷയങ്ങൾ പഠനമാക്കി എടുക്കുന്നത് കൊണ്ട് ആ വിഷയവും സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. യുഗാന്ത്യത്തെക്കുറിച്ചും അന്ത്യകാല സംഭവത്തെക്കുറിച്ചും യെഹെസ്കേൽ പ്രവചനത്തിലുണ്ട്, യിരെമ്യാവിലുണ്ട്, യെശയ്യാവിലുമുണ്ട്. എന്നാൽ ദാനിയേൽ പ്രവചനം അതിശക്തമായ അന്ത്യകാല സംഭവങ്ങളുടെ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഇതല്ലാതെയും പഴയ നിയമത്തിൽ പ്രവചനങ്ങളുണ്ട്. അപ്പോൾ ആ പ്രവചനങ്ങളെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വിഷയത്തിൽ തുടർമാനമായി പറഞ്ഞിരിക്കുന്ന ഏക ഗ്രന്ഥഭാഗം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയാണ്. അങ്ങനെ ന്യായവിധിയുടെ 7 മുദ്രകളെക്കുറിച്ചുള്ള പഠനത്തോടുകൂടെ ഈ മഹോപദ്രവം എന്ന വിഷയം പഠനമാക്കി നമുക്കെടുക്കാം. ഈ ചാർട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഭൂമിയിലെ കർത്താവിൻ്റെ സഭ അഥവാ എക്ലീഷ്യയെ കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിലേക്ക് വരികയും ഭൂമിയിൽ നിന്നും ക്രിസ്തുവിൽ നിത്യ പ്രാപിച്ച ഭക്തന്മാരെ തേജസ്സോടുകൂടെ ഉയർപ്പിക്കുകയും കണ്ണുമയ്ക്കുന്നിടയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെ രൂപാന്തര തേജസ്സിന്റെ ശരീരവുമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് സ്വർഗത്തിൽ തുറക്കപ്പെടുന്ന വാതിലാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നതും ആ പ്രത്യക്ഷപ്പെടുന്ന വെള്ളക്കുതിരപ്പുറത്ത് ഒരു സിംഹാസനസ്ഥൻ, ഒരു അധികാരജ്ഞൻ ഇരിക്കുന്നതും അവൻ്റെ തലയിൽ അനേക രാജമുടിയും അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ വാൾ പുറത്തു വരുന്നു, ശബ്ദം പുറത്തു വരുന്നു, വചനം പുറത്തു വരുന്നു, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്നീ പറഞ്ഞു തുടങ്ങുന്നതായ ഒരു വിഷയമുണ്ട്. ഒന്നുകൂടെ വിഷയ സംഗ്രഹം. 4-ാം അധ്യായം 1-ാം വാക്യം സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വർഗീയ മഹത്വത്തിലേക്ക്, സ്വർഗീയ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കുന്നു. 19-ാം അധ്യായം 11-ാം വാക്യം സ്വർഗം തുറന്ന് സ്വർഗീയന്മാരായ ഒരു മഹാസംഘം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ തുറക്കപ്പെടുന്ന വാതിലിൻ്റെയും സ്വർഗം തുറക്കപ്പെടുന്നതിൻ്റെയും ഇടയിൽ ഒരു ഇടവേളയായി കിടക്കുന്ന വിഷയമാണ് 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുമുള്ളതായ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന മഹോപദ്രവം അല്ലെങ്കിൽ മഹാപീഡനം അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലം എന്ന വിഷയം. എന്താ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്? യാക്കോബ് ഇസ്രയേലിന്റെ മുൻ ഗോത്രപിതാവായ യാക്കോബ. ആ യാക്കോബിന്റെ പേരിനെ സ്വർഗത്തിലെ മാലാഖ ഇറങ്ങി ആ പേര് മാറ്റിയതാണ്. അവരുടെ സംഭാഷണത്തോടുള്ള ബന്ധത്തിൽ പേര് മാറ്റിയതാണ് ഇസ്രയേൽ. ആ ഇസ്രയേൽ ഒരു രാഷ്ട്രത്തിന്റെ പേരായി മാറി. ആ രാഷ്ട്രത്തിന് മേലുള്ള കഷ്ടകാലമാണ്. അത് എങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. അതിങ്ങനെയാണ്. 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒരു മുദ്ര പൊട്ടിക്കുവാൻ ആരംഭപ്പെടുന്നു. 6-ാം അധ്യായത്തിൽ 7 മുദ്രകളിൽ കൂടെയുള്ള പീഡനം വിവരിക്കുന്നു. അത് കഴിയുമ്പോൾ 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്ന ഒരു വെളിപ്പാട്. 8-ാം അധ്യായത്തിൽ ന്യായവിധിയുടെ കാഹളങ്ങളുമായി ഊതുവാൻ റെഡിയായി നിൽക്കുന്ന 7 ദൂതന്മാരെ കുറിച്ചുള്ള വെളിപ്പാട്. അത് ഓരോന്നോരോന്നായി ഭൂമിയിൽ സംഭവിക്കുന്നു. അപ്പോൾ തന്നെ അതിന് തൊട്ടു മുമ്പ് 9-ാം അധ്യായത്തിൽ പാതാള കൂളിപ്പടകളിൽ നിന്നും പൈശാചികമായ ശക്തിയോടുകൂടെ വെട്ടുകിളിയുടെ രൂപസാദൃശ്യത്തിൽ പറന്നു വന്നു കുത്തുന്ന പറ്റം പറ്റമായി വരുന്ന കോടാനുകോട് വെട്ടിക്കിളികളുടെ സംഹാരദൂതന്മാരുടെ ഒരു വെളിപ്പാട്. അതേ അധ്യായത്തിൽ തന്നെ സിംഹത്തിന്റെ തലയോടും സർപ്പത്തിന്റെ വാലോടും കൂടിയ മറ്റു ഒരു പറ്റം മൃഗത്തിന്റെ വെളിപ്പാട് പറയുന്നു. 9-ാം അധ്യായം അങ്ങനെ അവസാനിക്കുമ്പോൾ 10-ാം അധ്യായം ദൈവവചനവും എന്തി നിൽക്കുന്നതായ ഒരു പ്രത്യേകമായ വെളിപ്പാടാണ്. ദൈവവചനത്തിന് പ്രശസ്തിയെക്കുറിച്ച് ഉള്ള ഒരു വെളിപ്പാട്.
11-ാം അധ്യായം 2 സാക്ഷികളുടെ വെളിപ്പാട്. ഇത് അല്പം കൂടെ വിശദമായി വേറെ ചിത്രങ്ങളിൽ കൂടെ നിങ്ങൾ പിന്നാലെ കാണാം. 11-ാം അധ്യായം 2 അഭിഷക്തന്മാരുടെ 2 സാക്ഷികളുടെ വെളിപ്പാട്. 12-ാം അധ്യായം ഇവിടെ ശ്രദ്ധിക്കൂ. സൂര്യധാരണിയായ ഒരു സ്ത്രീ, കാലിൽ ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങളും ചൂടിയ ഒരു സ്ത്രീയുടെ വെളിപ്പാട്. വിശദീകരണം അല്പമായി പിന്നാലെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ 12-ാം അധ്യായത്തിൽ തീ നിറമുള്ള 7 തലയുള്ള 10 കൊമ്പുള്ള ഒരു ഭീകര ജന്തുവെ പോലെ ഒരു അഗ്നിസർപ്പം ലൂസിഫറിനെ കാണിക്കുന്നു. അതിൽ തന്നെ പ്രധാന ദൂതന്മാരിൽ പ്രമുഖനായ പ്രധാന പ്രഭുവായ മീഖായേലും അവന്റെ സൈന്യം കൂടി ചേർന്ന് യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. ഇത്രയും പറയുന്നത് കൊണ്ട് കാര്യങ്ങളിലൊന്നും അത്രത്തോളം ഗ്രഹിക്കുവാൻ സാധ്യത കുറവാണെങ്കിലും ഈ വിഷയ സംഗ്രഹം മനസ്സിലാക്കിയതിനു ശേഷം ഓരോന്നായി നമുക്ക് വിശദീകരണത്തിലേക്ക് വരാം. 13-ാം അധ്യായത്തിൽ ഇവിടെ ദ ബീസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഇവിടെ കാണാം. 13-ാം അധ്യായം ജനസമുദായ കടലിൽ നിന്നും അഥവാ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് അക്ഷരീയമായി പറഞ്ഞാൽ കരയിലേക്ക് കയറി വരുന്ന ശക്തനായ ഒരു നേതാവ്. ആ നേതാവിന് ഒരു പ്രത്യേകതയുണ്ട്. സിംഹത്തിൻ്റെ 7 തലയുണ്ട്, പുള്ളിപ്പുലിയുടെ ശരീരമുണ്ട്, കരടിയുടെ കാലുണ്ട്, കോരമൃഗത്തിൻ്റെ 10 കൊമ്പുണ്ട്. ഇങ്ങനെയുള്ള ഒരു മൃഗം ഭൂമിയിലേക്ക് വരുന്നു. ജനസമുദായ കടലിൽ നിന്നും അവനൊരു സാക്ഷാൽ നേതാവായി ആന്റി ക്രൈസ്റ്റായി രംഗപ്രവേശനം ചെയ്യുന്ന ഒരു ദർശനമാണ്. രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ തന്നെ കരയിൽ നിന്നും ശക്തിയോടുള്ള ഒരു പ്രത്യേക പൈശാചി അഭിഷേകത്തോടുകൂടെ രംഗത്തേക്ക് വരുന്ന ഒരു മതനേതാവിനെ കുറിച്ച് പറയുന്നു. അവന് കുഞ്ഞാടിനെ പോലെയും കുഞ്ഞാടിന്റെ രൂപസാദൃശ്യത്തെ പോലെയും പാമ്പിന്റെ നാവോടുകൂടെ ഒരു വ്യക്തി വരുന്നത് 13-ാം അധ്യായം 2-ാം പാരഗ്രാഫിൽ പറയുന്നു. 12-ഉം 13-ഉം അധ്യായം ഒരുമിച്ച് ചിന്തിച്ചാൽ ഇവിടുത്തെ ആന്റി ഗോഡ്, 13-ാം അധ്യായത്തിൽ ആന്റി ക്രൈസ്റ്റ്, 13-ാം അധ്യായത്തിൽ തന്നെ ആന്റി സ്പിരിറ്റ്. അപ്പോൾ പഴയ പാമ്പായ സാത്താൻ ലൂസിഫർ, അവന്റെ പുത്രനായ യേശുക്രിസ്തു ആന്റി ക്രൈസ്റ്റ്, ഇവിടെ മതനേതാവായ ആന്റി സ്പിരിറ്റ് അഥവാ കള്ളപ്രവാചകൻ. ഇവർ 3 പേരും കൂടെ മഹാപീഡനത്തിന്റെ മധ്യഭാഗം വരുമ്പോൾ ത്രിത്വം സ്ഥാപിച്ചുകൊണ്ട് അടുത്ത 3.5 വർഷം ദ ഗ്രേറ്റ് റിവല്യൂഷൻ പീരീഡ്, ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറയുന്ന അടുത്ത 3.5 വർഷത്തെ സംഭവം ഇവിടെ ആരംഭിക്കും. അതിനെ കാലങ്ങൾ, കാലാർത്ഥം, ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്നൊക്കെ പറയുന്നതായ ഭാഗമുണ്ട്. അത് അതാത് സമയത്ത് നമുക്ക് വേഗത്തിൽ അല്പമായൊക്കെ ചിന്തിക്കാം. അത്രേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. 14-ാം അധ്യായം 1,44,000 പ്രത്യേകമായ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു. 15-ാം അധ്യായം ഏറ്റവും അവസാനമായി നടക്കേണ്ടതായ ന്യായവിധിയുടെ ഭീകരതയുടെ ക്രോധകലശത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. അതിപ്രകാരമാണ് അവിടെ വായിച്ചു തുടങ്ങുന്നത്. ദൈവത്തിന്റെ നിയുക്ത സംഹാര ദൂതന്മാരായ 7 പേർ ദൈവത്തിന്റെ ക്രോധകലശവും ഏന്തി നിൽക്കുന്നു, തയ്യാറായി നിൽക്കുന്നു. അതിന്റെ വിശദീകരണവും അത്ഭുതവും ഭയങ്കരമായ അടയാളമെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നു 15-ാം അധ്യായം. അതേ വിഷയം നിവൃത്തിയാകുന്ന നിവൃത്തിയുടെ അധ്യായമായി 16-ാം അധ്യായത്തിൽ ഓരോ ക്രോധകലശവും ഒഴിക്കുന്നു. ഭൂമിയിൽ പല പല സംഭവങ്ങൾ നടക്കുന്നു. അങ്ങനെ സംഭവിച്ച് തുടങ്ങുന്ന സംഭവ പരമ്പരകളുടെ അവസാനം അർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ യുദ്ധം വരുന്നു. ആ യുദ്ധം ഈ 7 വർഷം കൊണ്ട് അവസാനിക്കുന്ന വിഷയമാണ്. പലർക്കും ഭയങ്കരമായ സംശയത്തിൽ കിടക്കുന്ന ഒരു വിഷയം, ഈ 7 വർഷത്തിന്റെ അവസാനമാണ് അർമഗദോൻ തുടങ്ങുന്നതെന്നാണ്. അങ്ങനെയല്ല, ഈ 7 വർഷത്തിൽ ആരംഭിക്കുന്നതും 7 വർഷം കൊണ്ട് അവസാനിക്കുന്നതുമാണ് അർമഗദോൻ യുദ്ധം. സന്ദർഭോചിതാൽ അതാത് സമയത്ത് അത് വിവരിക്കാം. 7-ാമത്തെ ക്രോധകലശം എന്ന് പറയുന്നത് ഭൂമിയിലെ കഷ്ടകാലം എന്ന് പറയുന്ന മഹോപദ്രവം അവസാനിക്കുന്നതാണ്. 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: സംഭവിച്ചു തീർന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു കൽപ്പനയുണ്ടായി. എന്താ സംഭവിച്ചു തീർന്നത്?
ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ ഘട്ടം അന്നുണ്ടാകുമെന്ന് ക്രിസ്തു പറഞ്ഞ ഘട്ടം ഇവിടെ ആരംഭിച്ചു, ഇവിടെ അവസാനിച്ചു, സംഭവിച്ചു തീർന്നു വന്ന. പിന്നെ 17ഉം 18ഉം അധ്യായങ്ങളിൽ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ ദർശനമാണ്. ഒരു ചുമന്ന 7 തലകളുള്ള മൃഗത്തിൻ്റെ മേൽ, ചുമന്ന മൃഗത്തിൻ്റെ മേൽ മഹാവേശിയോട് സാദൃശ്യമായ അശുദ്ധയായ ഒരു സ്ത്രീ, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് പുളച്ചഹങ്കരിച്ച് ആ പാനപാത്രം ഏന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അത് ഇന്നത്തെ ഇറാഖിനെ കുറിച്ചും റോമൻ പട്ടണത്തെക്കുറിച്ചുമുള്ള വ്യത്യസ്ത ചിന്താഗതിയിൽ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. സമയം ലഭിക്കുന്ന പക്ഷം അവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആ സമയം ഇപ്പോൾ പറഞ്ഞതിൻ്റെ വിഷയം ശ്രദ്ധിക്കുക. 6-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നതും അത് തുടർന്ന് 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളിൽ കൂടെ അവസാനിക്കുന്നതുമായ സംഭവ പരമ്പരകളാണ് മഹോപദ്രവം, അല്ലെങ്കിൽ മഹാകട്ടകാലം, അതുമല്ലെങ്കിൽ ദ ട്രിബുലേഷൻ പീരീഡ്. മനസ്സിലായിരിക്കും. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം എടുക്കാം. ആ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം വിടർത്താം. അതിൻ്റെ 1-ാം വാക്യം മുതൽ 6-ാം അധ്യായം നമ്മൾ ഇപ്പോൾ ചിന്താ വിഷയമാക്കി എടുക്കുക. 6-ന്റെ 1-ാം വാക്യം വേഗത്തിൽ വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഈ വാക്യം വായിച്ചു. അതിൻ്റെ തുടർച്ചയായി അല്പമായി വ്യാഖ്യാനം പറയേണ്ടതായിട്ടുണ്ട്. 4ഉം 5ഉം അധ്യായം സ്വർഗീയ സമ്മേളനം, സ്വർഗീയ പാർലമെന്റ്, ഹെവൻലി പാർലമെന്റ് എന്നുള്ള ഒരു ടൈറ്റിലോട് പറഞ്ഞു നേരത്തെ. അതിൽ 5-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കാം. 5-ാം അധ്യായം, ഞാൻ സിംഹാസനസ്ഥന്റെ കയ്യിൽ, ഒന്ന് വായിച്ചു. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം സിംഹാസനസ്ഥൻ അഥവാ പിതാവിന്റെ വലങ്കരത്തിൽ ഇരിക്കുന്നത് കാണുക. ഈ ചിത്രത്തിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ വലങ്കരത്തിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകം എപ്പോഴാണ് ഉണ്ടായത്? അതിന്റെ ഗൗരവമേറിയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന സകല മനുഷ്യനെയും രക്തത്താലുള്ള വീണ്ടെടുപ്പോടുകൂടെ യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തോട് നിയമം ചെയ്യുവാനുള്ള ഒരു നിയമം ആദ്യ ഭാഗമായി പഴയ നിയമത്തിൽ നൽകിയിരുന്നു. അതുകൊണ്ട് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് മനുഷ്യന് വീണ്ടെടുപ്പ് ഉണ്ടാകാതെ, വിമോചനം ഉണ്ടാകാതെ വന്നപ്പോൾ കാലത്തികവെങ്കൽ അത്യുന്നതനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിൽ കാലിത്തൊഴുത്തിൽ യാതനായി അവൻ കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ആ ക്രിസ്തു പിതാവ് ആവശ്യപ്പെട്ട വീണ്ടെടുപ്പിന്റെ ഫലമായി ക്രിസ്തുവിന്റെ അവസാനത്തുള്ളി രക്തം വരെയും കെട്ടിവെച്ചു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പാപമോചനം ഉണ്ടാകുവാനും വീണ്ടെടുപ്പ് ഉണ്ടാകുവാനും നിത്യജീവന്റെ അവകാശിയായി തീരുവാനും വേണ്ടി ക്രിസ്തു കെട്ടിവെച്ച രക്തത്തോടുകൂടെ, ന്യായമായി വിലയായി കെട്ടിവെച്ച രക്തത്തോടുകൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം, പദവികൾ ദൈവം നൽകി. അങ്ങനെ അന്ന് കാൽവരിയിൽ കെട്ടിവെച്ച നിയമ രക്തത്തിന്റെ വിലയായി ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും ഈ പ്രപഞ്ചത്തിന് തന്നെ അധികാരത്തിന് വേണ്ടിയും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയും ഒരു മുദ്രിത ഗ്രന്ഥം അഥവാ നിയമം എഴുതി മുദ്രയിട്ട് സീൽ ചെയ്ത് ഒരു ആധാര ഗ്രന്ഥം ദൈവം സൂക്ഷിച്ചു. ആ ആധാര ഗ്രന്ഥം വാങ്ങുവാൻ യോഗ്യനായി ആരെയും കാണപ്പെടായാൽ കരഞ്ഞു എന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നു. എന്നാൽ യോഹന്നാൻ ആ വിഷയത്തിന് മറുപടിയായി സ്വർഗത്തിൽ കേട്ട ശബ്ദം, യോഹന്നാനെ, അതിന് യോഗ്യനായി ഒരുവൻ ഇവിടെയുണ്ട്. സ്വർഗത്തിൽ അധികാരം പ്രാപിച്ചവനും ഈ ഉലകത്തിൽ അധികാരം പ്രാപിച്ചവനും അതോ ലോകത്തിൽ അധികാരം പ്രാപിച്ചവനുമായ ദാവീദിന്റെ താക്കോലുള്ളവനായ ഒരുവൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
സിംഹാസനത്തിനായ പിതാവിന്റെ കയ്യിൽ നിന്നും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രൂപസാദൃശ്യത്തോടുകൂടെ പുത്രനായ ക്രിസ്തു വന്ന് ആ മുദ്രയിടപ്പെട്ട ചുരുൾ കൈക്കൽ വാങ്ങി. ആ ചിത്രം ഇതാ നിങ്ങൾ കാണുന്നു. ആ മുദ്രഗ്രന്ഥം വാങ്ങിയപ്പോൾ സ്വർഗത്തിൽ തന്നെ വലിയൊരു ഗാനമുണ്ടാകുന്നു. ദൈവകുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടു, ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വരെ നീ വിലയ്ക്ക് വാങ്ങി എന്ന ഒരു ഗാനം അവിടെ പാടുക. അതിന് രണ്ടുപേരും ഒന്ന് പാടാമോ? ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന ജയാളിയായ വ്യക്തി ആരെന്നും മറ്റുള്ള ചെറിയ വിശദീകരണത്തിലേക്ക് വരാം. കുതിര ശക്തിയെയും ശക്തിദുർഗത്തെയും കാണിക്കുന്നു. വെള്ളക്കുതിര പരിശുദ്ധമായ സമാധാനത്തെയും കൂടെ കാണിക്കുന്നു. അപ്പോൾ സമാധാന പ്രതീകമായി വെള്ളക്കുതിരപ്പുറത്ത് ഒരു അധികാരജ്ഞൻ യാത്ര പുറപ്പെടുന്നു. അടുത്ത് വായിക്കുന്നത് അവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. 100-200 വർഷങ്ങൾക്ക് മുമ്പ് വരെ അമ്പും വില്ലും കുന്തവും പരിചയവും ഒക്കെ പിടിച്ചാണ് രാജ്യരാജ്യാന്തരങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. രാജ്യരാജ്യങ്ങളോടും ജാതിയോടും യുദ്ധം ചെയ്തിരുന്നത്. അടുത്ത കാലമായിട്ടാണ് ആ കാലാൽപ്പടയും ആനപ്പടയും കുതിരപ്പടയും എല്ലാം മാറി ആധുനിക യുദ്ധതന്ത്രത്തിലേക്ക് രാജ്യങ്ങൾ നീങ്ങിയത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ശക്തമായ യുദ്ധത്തിൻ്റെ ആ രീതിയിലാണ് ഈ ദർശനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു വില്ലുണ്ട്. അമ്പും വില്ലും ഉപയോഗിച്ച് മാത്രമേ അന്നത്തെ നിലയിൽ യുദ്ധം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അമ്പില്ല, വില്ലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം യുദ്ധകൊതിയനായി യുദ്ധം നടത്തുവാൻ തക്കമുള്ള സകല തന്ത്രജ്ഞതയോടും കൂടെ താൻ രംഗത്തേക്ക് വരുന്നു. അവനൊരു കിരീടവും ലഭിച്ചു, പിന്നത്തേതിലൊരു കിരീടവും ലഭിക്കുക. ഇവിടെ വെളിപ്പെടുത്തുന്ന വ്യക്തി തുടർന്ന് ഈ ഭൂതല ഭരണം ഏറ്റെടുക്കുന്ന ലോകൈക ചക്രവർത്തിയായി ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ആഗോളതലത്തിൽ ആഗോള വ്യാപകമായി സകല നേതാക്കന്മാരും ഐകകണ്ഠേന തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ്. തിരഞ്ഞെടുത്തതിന് ശേഷം തൻ്റെ അപാര ബുദ്ധിവൈഭവം നിമിത്തം ഇവൻ ലോകത്തെ ഭരിക്കുവാൻ കൊള്ളാകുന്നവനാണ്, മതിയാകുന്നവനാണ് എന്ന യഥാർത്ഥമായ ഒരു തീരുമാനത്തിലേക്ക് വരികയും അവനെ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതാണ് പിന്നത്തേതിൽ അവനൊരു കിരീടവും ലഭിക്കുന്നത്. കിരീടമെന്ന് പറഞ്ഞാൽ 7 വർഷം അധികാരത്തോടുകൂടെ ന്യായ ഭരണം നടത്തുവാൻ തക്കവണ്ണം അവനെ രംഗത്തേക്ക് കൊണ്ടുവന്നു, തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്നർത്ഥം. വീണ്ടും കാണുന്നത് അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. വെള്ളക്കുതിരപ്പുറത്ത് കയറി ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടത് കർത്താവ് യേശുവാണ് എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. പലരും എഴുതിയ പുസ്തകങ്ങൾ വായിക്കുവാനും കഴിയുന്നു. ഇത് രണ്ടുമല്ല. യേശു ക്രിസ്തു അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി, ഈ ഉലകത്തിന് അധിപനായി, എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവ് ഉടയവനായി അവൻ സ്വർഗത്തിലായിരിക്കുകയാണ്. അവൻ്റെ കാൽക്കീഴിലാണ് സകലതും. അവൻ എല്ലാറ്റിലും തലയാണ്. എന്നാൽ ഇവിടെ ജയിക്കുന്നവനായും ജയിപ്പാനായും പോകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതായ രാഷ്ട്രീയ നേതാവും അവൻ തന്നെ 7 വർഷത്തെ അധികാരം ഏറ്റെടുത്ത ഭരണകർത്താവുമായി ഭരണത്തിൽ നാം മുന്നേറുന്നു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 2ാം മുദ്രയുടെ വിശദീകരണം 3ാം വാക്യത്തിൽ തുടരുന്നു. വായിക്കാം. അവൻ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന്
അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കുതിരയുടെ കളർ മാറി, ചുമപ്പായി, ഡേഞ്ചറസ് ആയി, അപകടകാരിയായ കുതിരയായി മാറി. അതിനു പുറത്തിൽ ഇരിക്കുന്നവന്റെ സ്വഭാവം മാറുന്നതിനെ കുറിച്ച് വായിക്കുന്നത്, അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ, അധികാരം ലഭിക്കുവാൻ പിന്നത്തേതിൽ പൈശാചികമായ ഒരു അധികാരം, ഒരു സാത്താന ശക്തിയുടെ വ്യാപാരം തന്നെ ഉണ്ടാകുന്നു. സകല മനുഷ്യനെയും തമ്മിൽ വെറുപ്പിക്കുവാനും തല്ലുവാനും ശത്രുതയിലേക്ക് കൊണ്ടുവരുവാനും കൊല്ലുവാനും തക്കമുള്ള നിലയിൽ അവനായിത്തീരുവാൻ കാരണം അവനിൽ ഒരു സാത്താന അഭിഷേകം ഉണ്ടാകുകയാണ്. ഭൂമിയിൽ സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ആദ്യം അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് വില്ലാണ്. അതിനേക്കാളും ഏറ്റവും വലിയ മാരകായുധം മുൻകാലങ്ങളിൽ വാളായിരുന്നു. ആ വാളാണ് ഇവൻ്റെ കയ്യിൽ കിട്ടിയത്. ഈ ആധുനിക കാലഘട്ടത്തിൽ രാസായുധങ്ങളും അണുവായുധങ്ങളും അതിശക്തമായി മനുഷ്യൻ കണ്ടുപിടിച്ച് രാജ്യങ്ങളിൽ അത് അധോഭാഗങ്ങളിൽ സൂക്ഷിച്ച് വച്ചിരിക്കുമ്പോൾ, അങ്ങനെയുള്ള യുദ്ധത്തിൻ്റെ ഭീകരതയോടുള്ള ബന്ധത്തിൽ മാത്രമേ ഇന്നത് ചിന്തിക്കാവൂ. അല്ലാതെ കത്തിയും കുന്തവും വാളും എന്ന് പറയുന്നത് ഇന്ന് യുദ്ധത്തിന് ഉതകുകയില്ല. അത് മറ്റെന്തെങ്കിലേ ഉതകുകയുള്ളൂ. അപ്പോൾ വലിയ വാളും കിട്ടിയ എൻ്റെ അർത്ഥം ഏറ്റവും വലിയ ആറ്റം യുഗം, ഭയങ്കരമായ യുദ്ധത്തിൻ്റെ രംഗത്തേക്ക് കാലം വന്നു കഴിയും. മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് 5-ാം വാക്യത്തിൽ വായിക്കുന്നു. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. മൂന്നാം ജീവി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗസിംഹാസനത്തിന് ചുറ്റും 4 ജീവികളെ കുറിച്ച് പറയുന്നു. സിംഹത്തോട് സദൃശ്യമുള്ള, കഴുകിനോട് സദൃശ്യമുള്ള, കാളയോട് സദൃശ്യമുള്ള, മനുഷ്യന്റെ മുഖത്തോട് സദൃശ്യമുള്ള 4 ജീവികളെ കുറിച്ച് പറയുന്നു. ഈ 4 ജീവികൾ സ്വർഗത്തിലെ കെരൂബ് ഗണത്തിൽപ്പെട്ട മാലാഖമാരാണ്. ആ ദൂതന്മാരിൽ, ശക്തമായ ദൂതന്മാരിൽ 4 ദൂതന്മാരല്ല, 4,000 4 കോടിയുമല്ല, ധാരാളമുണ്ട്. സിംഹാസനത്തിന് ചുറ്റും സെക്യൂരിറ്റി കണക്കെ 4 ഭാഗത്ത് നിൽക്കുന്ന ജീവികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ ശക്തനായ ഒരു ജീവി പറയുന്നു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. വളരെ വേഗത്തിൽ ഇത് ചിന്തിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കറുത്ത കുതിര ക്ഷാമത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ മാനുഷിക ഭാഷയിൽ കറുത്ത കുതിര, കറുപ്പ് എന്ന് പറയുന്നത് മരണത്തെ കാണിക്കുന്നു, മഞ്ഞ ക്ഷാമത്തെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ കറുത്ത കുതിര ക്ഷാമത്തെയാണ് കാണിക്കുന്നത്. അവൻ്റെ കയ്യിൽ സാധനങ്ങൾ കൃത്യമായി തൂക്കിക്കൊടുക്കുന്ന, ഭയങ്കര വിലയോടുകൂടെ കൃത്യമായി തൂക്കിക്കൊടുക്കുന്നതായ സാധനങ്ങളുടെ കണക്കും കാര്യങ്ങളും മറ്റുമാണ് താഴോട്ട് പറയുന്നത്. അപ്പോൾ ക്ഷാമം അതിഭീകരമായി തീരുന്നു. എങ്ങനെ? യുദ്ധം ആദ്യം ഉണ്ടാകുന്നു, യുദ്ധത്തെ തുടർന്ന് ക്ഷാമം ഉണ്ടാകുന്നു. അത്രയും കാര്യം അതിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 4-ാം മുദ്രയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമുക്ക് 6-ാമത്തെ ഇന്ന് തീർക്കുകയും ചെയ്യാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടരും. ഇപ്പോൾ നോക്കൂ, കുതിര ഒന്നാണ്, അതിന് പുറത്തിരിക്കുന്ന വ്യക്തിയും ഒന്നാണ്. പിന്നെ എന്താ വരുന്ന മാറ്റം? കാലഘട്ടത്തിന്റെ വ്യത്യാസം അനുസരിച്ച് കുതിരയുടെ കളറും സ്വഭാവവും മാറുന്നു. അതിന് പുറത്തിരിക്കുന്നതായ എതിർക്രിസ്തു എന്ന അധികാരജ്ഞന്റെ സ്വഭാവവും മാറും. അങ്ങനെ 4-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കുതിരയുടെ കളർ മഞ്ഞ, പേൽ ഹോഴ്സ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ഒരു മരണക്കുതിര എന്ന, അതായത് ഡെഡ് ബോഡിയുടെ കളർ എന്ന, ജീവനുള്ള ശരീരത്തിന്റെ ആ രക്തപ്രസരിപ്പ് മാറി മണ്ണിനോട് ലയിച്ചു ചേരുന്നതായ ദ്രവത്വത്തിലേക്ക് നീങ്ങുന്നതായ ഡെഡ് ബോഡിയുടെ കളർ എന്നാണ് അതിൻ്റെ മൂലാർത്ഥം. അങ്ങനെയുള്ളതായ കളറോട് കൂടിയ, വിളറിയ കളറോട് കൂടിയ ഒരു കുതിരപ്പുറത്ത് അവനിരിക്കുക. അവൻ്റെ പേര് തന്നെ ഇപ്പോൾ എന്താണ് വായിച്ചത്? മരണമെന്ന. മരണം. അപ്പോൾ മരണമെന്ന പേരോട് കൂടിയവൻ ഈ മൃഗത്തിന്മേൽ ഇരിക്കുന്നു. ഇതാരാണെന്നറിയാമോ? മരണത്തിൻ്റെ അധികാരിയായ കോരനായ പിശാച. എന്നാൽ ഒരു കാര്യം,
ഇന്ന് വിശ്വാസിയുടെ മേൽ മരണാധികാരിയായ കോരനായ പിശാച് തേർവാഴ്ച നടത്താത്തതിന്റെ കാരണം യേശു കാൽവരിയിൽ പിശാചിന്റെ തലയെ തകർത്തു, അവന്റെ ശക്തിയെ തകർത്തു, അവന്റെ അധികാരത്തെ തകർത്തു. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, മരണാധികാരി ആയിരുന്ന കോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ എന്ന് നമ്മൾ പാടുവാൻ കാരണം നമ്മുടെ തലയായ, നമ്മുടെ ശിരസ്സായ കർത്താവ് മരണാധിയായ കോരനായ പിശാചിന്റെ ശക്തിയെ തലയെ തകർത്തത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ അവന്റെ പേര് മരണമെന്ന പേരോടുകൂടെയാണ് വരുന്നത്. കാരണം അവന്റെ പ്രവർത്തന കാലഘട്ടമായ 7 വർഷം അവന് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അത് സാത്താന വ്യാപാര ശക്തിയാൽ അവൻ അധികാരം നടത്തുന്നു. മരണം എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവൻ എന്ന് പേർ. അതിനെ തുടർന്ന് വായിക്കുന്നതോ പാതാളം അവനെ പിന്തുടർന്നു. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ 1/4 അധികാരം ലഭിച്ചു. വളരെ നല്ല ട്രാൻസ്ലേഷൻ ആണത്. മരണാധികാരിയായ കോരനായ പിശാചിന്റെ വീടാണ് പാതാളം. ആ പാതാളം ഇവിടെ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയുടെ അതോ ഭാഗത്തൊന്നതുപോലെ കിടക്കുന്ന പാതാള സ്ഥലങ്ങളാണ് ഇതാണ് ഈ നരകസ്ഥലങ്ങൾ. ഈ നരകസ്ഥലത്തിൽ ഈ പോയിന്റ് ചെയ്യുന്നതാണ് പാതാളം അഥവാ യാതനാ സ്ഥലം എന്ന് പറയും. ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആരാ? ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന, ഈ തീപ്പയിൽ കിടക്കുന്ന ആത്മാക്കളാണ് പാപത്തിൽ മരിച്ച് ഇവിടെ നിന്ന് അവസാനിക്കുന്നതായ മനുഷ്യാത്മാക്കൾ. ക്രിസ്തുവിനെ കൂടാതെ ഏകരക്ഷിതാവിൽ കൂടെ അല്ലാതെ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് അവിടെ ശരീരം ഈ പുറന്തോടായ മണ്ണിൽ ദ്രവത്വത്തിന് വേണ്ടി ഏത് നിലയിൽ ആയാലും ദ്രവത്വത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ആ പാപിയുടെ ആത്മാക്കൾ ഈ യാതന സ്ഥലത്തേക്ക് വരുന്നു. ഈ യാതന സ്ഥലത്തേക്ക് വരുന്ന ആത്മാക്കൾ ഇന്നും വളരെ വളരെയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാശത്തിലേക്ക് പോകുന്നവർക്കുള്ള വാതിൽ, വഴികൾ അതിവിശാലമാണ്. നിത്യജീവങ്കിലേക്കുള്ള വാതിൽ ഇടുക്കമാണെന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കൂ. ഇവിടെ വരുന്നു. ഇവിടെയാണ് ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പരദേശിയിൽ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അവിടെയല്ല പോകുന്നത്. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാരുടെ ആത്മാക്കൾ പോകുന്നത് സ്വർഗീയ പരദേശിയിലാണ്. താഴെയുള്ള പാതകൾ അവർ ഒഴിഞ്ഞുപോയി, അവിടെ മുന്നിൽ ശൂന്യമായി കിടക്കുന്നു. അപ്പോൾ ഇവിടെ അബ്രഹാമിന്റെ മടി എന്ന ആ പര്യായ പദത്തിൽ അവിടെ ആയിരിക്കുന്ന ഭക്തന്മാരിൽ ലാസറിനെ കുറിച്ചുള്ള ഒരു കാര്യം കർത്താവ് പറഞ്ഞു. ധനവാനായ മനുഷ്യനും ലാസറും ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രമാണ്. രണ്ടുപേരും മരിക്കുന്നു. പരമദരിദ്രനായി ദ പൂവർ ബഗർ എന്നുള്ള നിലയിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പൂവർ ബഗർ, ദരിദ്രന്മാർക്ക് കീഴെ ദരിദ്രൻ, പരമദരിദ്രനായി ജീവിച്ച, ശരീരം മുഴുവനും വ്രണങ്ങളാൽ നിറയപ്പെട്ട കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അവൻ ജീവിച്ചു. അവനും മരിച്ചു. പക്ഷേ മരണാനന്തരം അവന്റെ ആത്മാവ് ദൈവിക സാന്നിധ്യമുള്ള അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പരദീസിലേക്ക് കടന്നുപോയി. എന്നാൽ യാതന സ്ഥലത്ത് കിടക്കുന്നതായ ആ ധനവാന്മാരിൽ ഒരുവനായ ഒരു വ്യക്തി നിലവിളിക്കുന്നു. ധനവാനായതുകൊണ്ടല്ല യാതന സ്ഥലത്ത് അഥവാ നരകത്തിൽ പോയത്, ദരിദ്രനായതുകൊണ്ടുമല്ല ലാസർ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയത്. പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഏതൊരുവനും യാതന സ്ഥലത്ത് തന്നെ പോകും. ഇവിടെ നിലവിളിക്കുന്നു, അബ്രഹാം പിതാവേ, ലാസറിനെ അയച്ച് എന്നെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. ഞാൻ വല്ലാതെ തീജ്വാലയിൽ കിടന്ന് ഇവിടെ യാതന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്നുള്ള ചില വാഗ്വൈവാദം അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ആർക്കും വരാൻ കഴിയില്ല എങ്കിൽ എൻ്റെ എത്ര സഹോദരന്മാരാ? 5 സഹോദരന്മാർ നാട്ടിലുണ്ട്. എൻ്റെ കൊട്ടാരത്തിന് തുല്യം എൻ്റെ സഹോദരന്മാർ വലിയ കൊട്ടാരങ്ങൾ പാർക്കുന്നുണ്ട്. ഞാൻ മരിച്ചു എൻ്റെ ആത്മാവ് ഇവിടെ വന്നുവെങ്കിൽ എൻ്റെ ഈ സഹോദരന്മാരുടെ ആത്മാക്കളും നിശ്ചയമായും ഈ യാതന സ്ഥലത്ത് തന്നെ വന്നിരിക്കും. അതുകൊണ്ട് ലാസറിനെ അയച്ച് ചാവുതുള്ളി പറഞ്ഞ് ദൂത് പറഞ്ഞ് ഇങ്ങനെ പറയണം, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ മരിച്ചു, ആത്മാവ് നരകത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ട് വരികയാണെന്ന് ചാവുതുള്ളി പറയുന്ന സമ്പ്രദായമാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യാത്മാവും നരകത്തിൽ നിന്നാകട്ടെ സ്വർഗത്തിൽ നിന്നാകട്ടെ ഭൂമിയിൽ ആരുമായി ബന്ധമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ
മഹത്വം പ്രാപിച്ചവരായി, തേജസ് പ്രാപിച്ചവരായി ഭൂമിയിൽ 1000 വർഷം ഭരിക്കുവാൻ വരുന്ന വരവിനെ കുറിച്ചുള്ളതായ വിഷയമേ ബൈബിൾ പറയുന്നുള്ളൂ. നരകത്തിൽ കിടക്കുന്നവർക്ക് എന്നും നരകം തന്നെയാണ്. അപ്പോൾ ഇവിടെ കിടന്ന പാപത്തെക്കുറിച്ച് അനുതപിച്ച് ഏങ്ങലടിച്ചാലും ഇവിടുന്ന് രക്ഷയില്ല എങ്കിൽ നരകവാസം ഇങ്ങനെയോ, നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. തീജ്വാലയാൽ എൻ്റെ നാവ് വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. സുവിശേഷ ഘോഷണം നാടങ്ങ് കേൾക്കുമ്പോൾ വയറ്റിൽ പിഴപ്പെന്നു കരുതി. സുവിശേഷ ഘോഷണം നാടങ്ങ് കേൾക്കുമ്പോൾ വയറ്റിൽ പിഴപ്പെന്നു കരുതി. പുഴു കടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ. ഇതിനൊരു മോചനവുമില്ല. അടുത്ത മോചനമുണ്ട്. ഏറെക്കാലം 7 വർഷങ്ങൾ ഇവിടെ കിടന്നതിന് ശേഷം അന്ത്യ ന്യായവിധി കഴിഞ്ഞ് ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ പോലെ കിടക്കുന്ന അധമ പാതാള സ്ഥലങ്ങൾ ഒന്നായ തീയും ഗന്ധവും തീപ്പയായ പിശാചിനവന് ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയായ നിത്യ നരകത്തിലേക്ക് തള്ളും. എവിടെ രക്ഷ? അതാണ് പറയുന്നത്. ക്രിസ്തുവിൽ കൂടെയുള്ള ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ക്രിസ്തുവിൽ കൂടെ ജീവരക്ഷ പ്രാപിക്കുവാൻ മാത്രമേ ഈ കൃപായുഗത്തിൽ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ പാതാളം അവനെ പിന്തുടർന്നു എന്ന് വായിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: പാതാളത്തിന്റെ അധികാരിയായ കോരനായ പിശാച് തേർവാഴ്ച നടത്തുന്നതായ കാലം. അന്ന് യുദ്ധത്താലും ക്ഷാമത്താലും പകർച്ചവ്യാധിയാലും മനുഷ്യൻ മരിക്കുമ്പോൾ അവിടെ ആത്മാക്കൾ നേരെ പാതാളത്തിലേക്ക് വരുന്നു, യാതനാ സ്ഥലത്തേക്ക് വരുന്നു. സ്വർഗത്തിലല്ല പോകുന്നത്. അതിന്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് വായിക്കാം. അപ്പോൾ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും സംഹാരമുണ്ടാകുവാൻ വേണ്ടിയുള്ള ഓർഡറാണ് ഇവിടെ ഉണ്ടാകുന്നത്. വാളുകൊണ്ടും കേൾക്കുന്ന നമുക്ക് ഏവർക്കും വ്യാഖ്യാനിക്കുവാൻ കഴിയും. വാൾ യുദ്ധത്തെ കാണിക്കുന്നു, യുദ്ധത്തിന്റെ ഭീകരതയെ കാണിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ ആധുനിക രാസായുധങ്ങൾ, അണുവായുധങ്ങൾ, ആറ്റം ബോംബുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിന്റെ ഭവിഷ്യത്തുകളാണ് ഇവിടെ പറയുന്നത്. വാൾ സംഹാരത്തെ കാണിക്കുന്നു. ഭൂമിയിലൊക്കെയും സംഹാരം നടത്തുവാൻ ദൈവം അനുവദിക്കുന്ന നാളുകൾ. അങ്ങനെ യുദ്ധങ്ങൾ നടക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. വാൾ കൊണ്ടും പിന്നെ ക്ഷാമം കൊണ്ടും. ഭയങ്കര യുദ്ധത്തെ തുടർന്ന് ക്ഷാമമുണ്ടാകും. അതാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഭയങ്കര ക്ഷാമമുണ്ടാകും. എത്ര ധനവാനായാലും അവന്റെ രൂപ എത്ര മാറിക്കൊടുത്താലും അവന് വിശപ്പടക്കത്തെ കൊണ്ടും ഭക്ഷണം ലഭിക്കാതെ, ഭക്ഷണത്തിന്റെ ദുർലഭം, കുടിവെള്ളമില്ലാത്തതായ ഒരു കാലം, മരുന്ന് കിട്ടാത്തതായ ഒരു കാലം, മനുഷ്യൻ അങ്ങനെ ഭക്ഷണമില്ലായകൊണ്ടും ശുദ്ധജലം കുടിക്കുവാനില്ലായകൊണ്ടും ശരീരത്തിൽ വല്ലാത്തതായ രോഗങ്ങളുണ്ടായി കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അടുത്ത് വായിക്കുന്നു. ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും. മഹാവ്യാധി കൊണ്ടും എന്ന് പറയാൻ കാരണം ഭയങ്കരമായ ചൂടും അപ്പോൾ തന്നെ യുദ്ധക്കളവുമായിരിക്കുന്നതായ ഈ ഭൂപരപ്പിലെ മനുഷ്യൻ എന്തു ചെയ്യും? അവരുടെ ആരോഗ്യനില സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഭക്ഷണമില്ല.
അവർക്ക് ദാഹം മാറ്റുവാൻ കുടിവെള്ളമില്ല. അങ്ങനെ ഇരിക്കുന്നു മാത്രമല്ല, അത് നിമിത്തം ശരീരത്തിലുണ്ടാകുന്ന സാംക്രമികമായ രോഗങ്ങൾ നിമിത്തം ഇവർ മരണത്തിലേക്ക് വഴുതി വീഴും. എന്നാൽ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും വല്ലാത്ത വ്യാധി കൊണ്ടും, വ്യാധി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഇടയിൽ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുന്നതായ പല രോഗങ്ങളിൽ ഒന്ന് രണ്ട് രോഗമാണ് ഇപ്പോൾ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അർബുദ വ്യാധി എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ശരീരത്തിലുണ്ടാകുന്ന പലവിധമായിട്ടുള്ള വ്യാധികളെക്കുറിച്ച് ഇന്നത്തെ മനുഷ്യൻ ബോധവാന്മാരാണ്. പണ്ടെന്നതിനേക്കാളും വളരെ വളരെ മാരകമായ രോഗങ്ങൾ ഒന്നിനു പുറകെ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയാണെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ ഇപ്രകാരമായിട്ടുള്ള ഒരു ഭരണകൂടവും അപ്പോൾ തന്നെ ഭയങ്കരമായ യുദ്ധവും ക്ഷാമവും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനിൽ വല്ലാത്ത വ്യാധികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഞാനേത് സംസാരിക്കുമ്പോൾ തന്നെ മുൻ വർഷങ്ങൾ അനുഭവപ്പെടാത്ത ഭയങ്കരമായ ചൂട് കേരളക്കാരെ ബാധിക്കുന്നുണ്ട്. അതിശക്തമായ ചൂടിൻ്റെ കാഠിന്യ നിമിത്തം, പ്രകാശം മാത്രമല്ല ചൂടിൻ്റെ കാഠിന്യ നിമിത്തം ആ ചൂട് ശരീരത്തിൽ തട്ടുന്ന പലരുടെ ശരീരത്തിലും ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ക്യാൻസറുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് കയ്യിൽ ഗ്ലൗസ് ധരിച്ചാണ് പലരും യാത്ര ചെയ്യുന്നത്. അത് വ്രണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഒരുപക്ഷെ മാരകമായിട്ടുള്ളതായ ക്യാൻസറിലേക്ക് കടത്തിവിടാൻ സാധ്യതയുണ്ട്. അത് ഇന്നത്തെ ഈ അവസ്ഥ എന്തുകൊണ്ടാണ്? സൂര്യനിൽ നിന്നും ഉണ്ടാകുന്നതായ അൾട്രാവയലറ്റ് രശ്മികൾ പോലുള്ള മാരകമായ രശ്മിയെ തടുത്തു നിർത്തുവാനോ അരിപ്പ കൊണ്ട് അരിക്കുന്ന പോലെ അരിച്ച് താഴോട്ട് വിടുവാനുള്ളതായ കഴിവ് ഓസോൺ ലെയറിനില്ല. അത് നഷ്ടപ്പെട്ടു. ഓസോൺ ലെയറിന്റെ ശക്തി, അതിൻ്റെതായ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് പഞ്ചറായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഈ കാലമെന്ന് തെളിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പകർച്ചവ്യാധികൾ അതിശക്തമായി മനുഷ്യരിലേക്ക് വന്നുകൂടും. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. അതിനെ തുടർന്ന് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ അധികാരമുണ്ടാകുകയാണ്. കാട്ടുമൃഗങ്ങൾ കാട്ടിൽ നിറഞ്ഞു കിടക്കുന്നു. മതിൽക്കെട്ടോ വേലിക്കെട്ടോ ഒന്നുമില്ലാതെ ലോകത്തിന്റെ സകല വന്യമൃഗ സംരക്ഷണ കാടുകൾ, വനം, ഫോറസ്റ്റുകൾ മുഴുവൻ തുറന്നു കിടക്കുകയാണ്. തുറന്നു കിടക്കുന്ന കാട്ടിൽ എന്തുകൊണ്ട് ഉൾഭാഗത്ത് കിടക്കുന്ന വന്യജീവികൾ, വൈൽഡ് ബീസ്റ്റ് ഈ നാട്ടുമ്പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല, പട്ടണത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല? കാര്യം എത്രയുള്ളൂ? ദൈവം അവയോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിറഞ്ഞു വരിക, നിങ്ങളുടെ വീടാണ് കാട്, വീട്ടിൽ പാർക്കുക. വീട് വിട്ട് നാട്ടുമ്പുറത്തേക്ക് മനുഷ്യവാസമുള്ളിടത്തേക്ക് ഇറങ്ങണമെന്ന് നിങ്ങൾക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ലോകത്തിന്റെ വൻകാടുകൾ നിറഞ്ഞു കിടക്കുന്ന അതിഘോരമായ പുള്ളിപ്പുലിയോ കരിമ്പുലിയോ ചെന്നായ്ക്കളോ സിംഹമോ വലിയ വലിയ പേര് പറയുവാൻ പോലും നമുക്ക് കഴിയാത്ത വലിയ വലിയ മൃഗങ്ങളുണ്ട്. അവയൊക്കെയും നാട്ടുമ്പുറത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ കാര്യം ഇത്രയേ ഉള്ളൂ. അന്നത്തെ യുദ്ധഭൂമിയിൽ മിസൈൽ കാട്ടിൽ വീണ് കാട്ടുതീ ഉണ്ടായിട്ട് വിശന്നും ദാഹത്തോടും ക്രോധത്തോടും കൂടെ കാട്ടിൽ നിന്നും നാട്ടുമ്പുറത്തേക്കും പട്ടണങ്ങളിലേക്കും അതീവ വേഗത്തിൽ ഈ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരും. 235 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുവാൻ കഴിവുള്ള പുള്ളിപ്പുലികൾ പോലുള്ളതായ മൃഗങ്ങൾ നാട്ടുമ്പുറത്തേക്ക് വരാൻ എത്ര സമയം വേണമെന്നാണ് പറയുന്നത്? അരമണിക്കൂറോ 1 മണിക്കൂറോ പോരെ? അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് വന്നാൽ എന്ത് ചെയ്യും? വിശന്നും ദാഹിച്ചും ബലഹീനരായി നിലവിളിച്ചിരിക്കുന്ന മാനവരാശിയുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ കടിച്ചു കയറി തിന്നുമെന്നുള്ളത് വല്ല സംശയമുണ്ടോ? അവരുടെ അസ്ഥികൾ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന കാഴ്ച മനസ്സിലൊന്ന് സങ്കല്പിക്കാമോ? കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി വരും, വേട്ടയാടി പിടിക്കും, മനുഷ്യരെ കൂട്ടമേ കൊന്നു തിന്നും. ശ്രേഷ്ഠരും ചട്ടമ്പിക്കുട്ടന്മാരും ഭ്രമിച്ചോട്ടം തുടങ്ങും. എന്നാലോ ഫലം വരാ. ശ്രദ്ധിക്കൂ, യുദ്ധം കൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും മഹാപീഡനത്തിന്റെ ആദ്യ മാസങ്ങൾ തന്നെ ഭൂവാസികളെ ദണ്ഡിപ്പിക്കപ്പെടുമെങ്കിൽ മരണം എത്രയോ വലുതായിരിക്കും. അങ്ങനെ മരിക്കുന്ന വ്യക്തികൾ, പാപത്തിൽ മരിക്കുന്ന വ്യക്തികളുടെ ആത്മാക്കൾ പാതാളത്തിലേക്ക് വന്നു നിറയും, യാതന സ്ഥലത്തേക്ക് വന്നു നിറയും. ക്രിസ്തുവിനെ കൂടാതെ ഇവിടെ ജീവിക്കുന്ന, ക്രിസ്തുവില്ലാത്തവരായി ജീവിക്കുന്ന മാനവരാശിയുടെ മേൽ ഇത്രയും വലിയ ദുരന്തം വരുന്നുവെങ്കിൽ ഇതാണ് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയുടെ ദിനങ്ങളെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന സമയം ക്രൈസ്തവ സഭ, ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഭൂമിയിലല്ല, ക്രിസ്തുവിനോടുകൂടെ ഉയരത്തിലായിരിക്കും. അതുകൂടെ ഒന്ന് ഓർത്താൽ നന്നായിരുന്നു. 9-ാം വാക്യം, 5-ാമത്തെ മുദ്ര. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അപ്പോൾ ഒരു കൂട്ടം
അറുക്കപ്പെട്ട ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളായി തീർന്നവരുടെ ആത്മാക്കൾ സ്വർഗീയ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടെന്ന കൃപായുഗത്തിൽ മരിക്കുന്ന രക്തസാക്ഷികൾ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്. എന്നാൽ ഇവിടെ മഹാപീഡനത്തിൽ രക്തസാക്ഷികളായി തീർന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇത് ഞാൻ അടുത്ത പ്രോഗ്രാമിൽ വരുന്നതായ VCD-യിൽ ഈ കാര്യം വിശദീകരിക്കാം. കാരണം രാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ആ കാലഘട്ടം 2 സാക്ഷികളുടെ പ്രസംഗം ഹേതുവായി, 2 അഭിഷിക്തന്മാരുടെ പ്രസംഗം ഹേതുവായി വരുവാനുള്ള മശിയിൽ വിശ്വസിക്കുകയും ഈ ഭരണകർത്താവായിരിക്കുന്ന ആ വ്യക്തി സാക്ഷാൽ മശിയല്ല, വ്യാജനാണ്, അവൻ ആന്റി ക്രൈസ്റ്റ് ആണെന്നും തിരിച്ചറിയുന്ന ഈ ജനം അവന് എതിരായി നിൽക്കുകയും എതിരായി നിൽക്കുന്ന വ്യക്തികളെ ആന്റി ക്രൈസ്റ്റിന്റെ സൈന്യം കൊല്ലുകയും ചെയ്യും. അങ്ങനെ കൊല്ലപ്പെടുന്ന ആത്മാക്കൾ നിലവിളിക്കുന്ന നിലവിളിയുടെ ഒരു ദർശനമാണ് 9, 10, 11 വാക്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. അവരോടുള്ളതായ ആലോചന കൃത്യമായി താഴോട്ട് പറയുന്നുണ്ട്. അവരുടെ ഭാവി പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം 7-ാം അധ്യായത്തിലും നിറഞ്ഞു കിടക്കുന്നു. ഇതെല്ലാം കൂടി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഈ 7 മുദ്രകളുടെ വിശദീകരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ മതപീഡയാണ് 5-ാം മുദ്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തതായി 12-ാം വാക്യത്തിൽ 6-ാം മുദ്രയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതുകൂടെ നമുക്ക് ചിന്തിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും വൻ പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീണ് സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നവന്റെ ദൃഷ്ടിയിൽ നിന്ന് കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കു നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. 6-ാം അധ്യായത്തിൽ 6 മുദ്രകളെ കുറിച്ചുള്ള വിശദീകരണമാണ് കാണുവാൻ കഴിയുന്നത്. അതിൽ 6-ാം മുദ്രയെക്കുറിച്ചാണ് ഇപ്പോൾ വായിച്ചത്. അതിൻ്റെ വിശദീകരണം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഗ്രഹിച്ചാൽ നന്നായിരുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ച വലിയൊരു ഭൂകമ്പമാണ്. അതിൻ്റെ 5 വരെയുള്ളതായ മുദ്രകളിൽ യുദ്ധങ്ങളെയും ക്ഷാമവും പകർച്ചവ്യാധികളും കാട്ടുമൃഗങ്ങളാലുള്ള ആപത്തും അങ്ങനെയുള്ള വിവിധ സംഭവ പരമ്പരകൾക്കിടയിൽ വലിയൊരു കൂട്ടം അല്ലാതെ രക്തസാക്ഷികളായി തീരുന്നു. ഇങ്ങനെ നരകതുല്യമായി ശവപ്പുറമായി ഈ ഭൂതലം മാറ്റപ്പെട്ടുവോ എന്ന് ചിന്തിക്കുമാറ് മനുഷ്യന്റെ അവസ്ഥ ഇത്രയും അതിശോചനീയമായി തീരുമ്പോൾ, അങ്ങനെ ദയനീയമായി ജീവനുള്ള കുറേ പേർ നോക്കി പാർക്കുമ്പോൾ അടുത്ത് നടക്കുന്നത് വലിയൊരു ഭൂകമ്പമാണ്. ഭൂകമ്പത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഭൂമിയിൽ കാണുകയില്ല. അടുത്ത കാലത്തായി നടന്നതായ ഭൂകമ്പത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പോൾ ഗുജറാത്തിലെ ഭൂകമ്പം വലിയ ഭൂകമ്പം എന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉത്തരകാശിയിൽ നടന്നതോ ജമ്മു കാശ്മീരിന്റെ അതിർത്തി പ്രദേശത്ത് നടന്നതോ ഇറാനിൽ നടന്നതോ അടുത്ത കാലത്ത് നടന്ന ഭൂകമ്പമൊക്കെ മറക്കാൻ സാധ്യതയില്ല. 5 ലക്ഷം പേരും 6 ലക്ഷം പേരും 3 ലക്ഷം പേരൊക്കെ സാധാരണഗതിയിൽ മരിക്കുന്നതായ വൻ ഭൂകമ്പങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലും അല്ല ലോകരാജ്യങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂകമ്പം വരുത്തി വയ്ക്കുന്ന വിനയെന്ന് പറയുന്നത് 100 കണക്കിന് ഗ്രാമങ്ങൾ അപ്രത്യക്ഷപ്പെടുന്നു. അത് യൂണിവേഴ്സിറ്റി ആകാം, കോളേജാകാം, ഹോസ്പിറ്റലാകാം, മെഡിക്കൽ കോളേജാകാം, ഏത് നിലയിലായാലും വൻനില കെട്ടിടങ്ങൾ, പാർപ്പിട സംശയങ്ങൾ, ഇതെല്ലാം ചണ്ടിക്കൂമ്പാരങ്ങളായി മാറി ശവപ്പുറമ്പായി മാറുന്നതല്ലേ ഭൂകമ്പം എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരളക്കരക്കാരെ ആ നിലയിലുള്ള ഭൂകമ്പത്താൽ ദൈവം സന്ദർശിക്കാത്തത് ഇവിടെ കുറെ ദൈവമക്കൾ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ടാകാമെന്ന് ചിന്തിക്കുന്നു. പിന്നെ ഒരു കാര്യമേ, നമ്മൾ ഉറപ്പുള്ള കെട്ടിടം പണിത് ഇവിടെ പാർക്കുന്നത്, അല്ലെങ്കിൽ ബഹുനില കെട്ടിടങ്ങൾ സ്വന്തമായി ഇരിക്കുമ്പോൾ ഇവിടെ പാർക്കുന്നത്, വലിയ വലിയ പാർപ്പിട സംശയങ്ങൾ 60 നിലയോ 80 നിലയോ കെട്ടിടങ്ങൾ ഇവിടെ പാർക്കുന്നത് ഈ കെട്ടിടത്തിന് ഉറപ്പിന്മേലല്ല, കെട്ടിടമുള്ളത് കൊണ്ടല്ല, ഇവിടെ ഭൂകമ്പം ഉണ്ടാകാഞ്ഞത് കൊണ്ടാണ്. ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കെട്ടിടമൊക്കെ തകർന്ന് അതിന്റെ ഭീമകളും അതിന്റെ തൂണുകളും അതിന്റെ സ്ലാബുകളും എല്ലാം തട്ടിപ്പൊളിഞ്ഞ് ചണ്ടിക്കൂമ്പരമായി വന്ന് വീഴുന്ന വീഴ്ചയിൽ എത്ര ആയിരങ്ങളാണ് മരിക്കുന്നത്, എത്ര പേർക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത്.
ഒരംഗം പോലും രക്ഷപ്പെടാത്തത് എത്രയോ അതിദാരുണ്യമായിട്ടുള്ള ദുരന്തമാണ്, മരണമാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഇന്ന് നമ്മുടെ കണ്ണിൽ കാണുന്നതായ സംഭവമെങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഭൂമിയിൽ ദൈവമക്കളെ ഇല്ലാത്തതായ ആ കാലയളവിൽ ദൈവത്തിന് ന്യായയുടെ ഭീകരത നടത്തുന്ന ആ കാലഘട്ടത്തിൽ ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടാകും. ഇതുവരെ ഉണ്ടായ ഭൂകമ്പത്തിൽ സൂര്യൻ കരിമ്പടം പോലെ കറുത്തില്ല, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നുമില്ല. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണുമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന പ്രവചനത്തിന്റെ കറക്റ്റായ പ്രവചനം ക്രിസ്തു സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു വള്ളിയോ പുള്ളിയോ തെറ്റാതെ വണ്ണം ഇതുപോലെ നിവൃത്തിയാകേണ്ട പ്രവചനമാകുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ പ്രവചനങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുകയില്ല എന്ന് കർത്താവ് ഉറപ്പിച്ചു. അത് സംഭവിക്കും എന്നുള്ള സംഭവത്തിന്റെ പ്രവചനം പെർഫെക്റ്റ് ടെൻസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നടന്നതല്ല, നടന്നു കഴിഞ്ഞതല്ല, നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ നടന്നു കഴിഞ്ഞതായിട്ടുള്ള സംഭവം ഇത്രയും വേഗതയിൽ പറയാൻ കാരണം ഇതേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന നമുക്ക് പ്രാർത്ഥനയുടെ സ്വഭാവത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. ചില വ്യക്തികൾക്ക് വേണ്ടി ചിലപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരു സഹോദരന്റെ ഭാവി ഉയർച്ചയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ദർശനമാകാം. ഒരു കാറ് വാങ്ങുന്നതാകാം, ഒരു സെന്റ് ഭൂമിയോ ഒരു ചെറ്റക്കുടലോ ഇല്ലാത്ത സമയത്ത് അവൻ നല്ലൊരു കെട്ടിടം പണിയുന്നതിനെ കുറിച്ചായിരിക്കാം. അത് പണിതിട്ടല്ല, അല്ലെങ്കിൽ നല്ലൊരു ഔദ്യോഗിക സ്ഥാനത്ത് താൻ എത്തിയിട്ടുമല്ല, എത്തി എന്ന പെർഫെക്റ്റൻസിലാണ് വെളിപ്പാട് കാണുന്നത് അല്ലെങ്കിൽ ദർശനം കാണുന്നത്. പക്ഷെ ദൈവത്താൽ ഉണ്ടാകുന്ന ദർശനം നിവൃത്തിയാകുന്നത് അത് അതുപോലെ പിൻകാലങ്ങൾ നിവൃത്തിയാകും. ഇത് സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അതുപോലെ നിവൃത്തിയാകേണ്ടതിന് പെർഫെക്റ്റ് ടെൻസിൽ ഇവിടെ എഴുതിയിരിക്കുന്നു. ഇത് സംഭവിക്കുവാനുള്ളതാ. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല എങ്കിൽ, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇന്ന് വിദേശ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയുടെ പ്രത്യേകമായ ചില സ്ഥലങ്ങളിലും ക്രൂഡ് ഓയിൽ ഭൂമിയുടെ ഉൾക്കാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന എണ്ണക്കിണറുകൾ, അതിൻ്റെ പൈപ്പുകൾ, അതിൻ്റെ ഗോഡൌണുകൾ, പല വീടുകളിലേക്കും പല ഗ്യാസ് പെട്രോളുകൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതായ ഇടങ്ങളിലേക്ക് അതിൻ്റെ പൈപ്പിലേക്കും വരുന്നത്, ഇവയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ശക്തമായ ഒരു ഭൂകമ്പം ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടായാൽ ഇതിൻ്റെ പെട്രോൾ, ഗ്യാസ് പൈപ്പുകൾ, അതിൻ്റെ ടാങ്കുകൾ, അതിൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങളെല്ലാം പൊട്ടിത്തകർന്നാൽ എന്ത് സംഭവിക്കും? വലിയ തീപിടുത്തം ഉണ്ടാകുകയില്ലേ? ഒരു ചെറിയ സാധനം കത്തിയാൽ തീയുടെ സാധനത്തിന്റെ വലിപ്പത്തേക്കാൾ എത്ര വലിപ്പം ആയിരിക്കും തീയുടെ വലിപ്പം? ആ തീയുടെയും സാധനത്തിന്റെയും വലിപ്പത്തേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പത്തിലായിരിക്കും കത്തി ഉരുണ്ട് ചുരുണ്ട് പൊങ്ങുന്നതായ കരിപടലങ്ങൾ. അങ്ങനെ ലോക രാജ്യങ്ങളിൽ പലവിധമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തീപിടുത്തം ഹേതുവായി ക്രൂഡ് ഓയിലോ പെട്രോൾ ഉൽപ്പന്നങ്ങളോ കത്തിയുണ്ടാകുന്ന വൻ പുകപടലങ്ങൾ ഈ മേഘമണ്ഡലത്തെ കവിഞ്ഞ് സ്പേസിൽ കെട്ടിനിൽക്കുന്ന കിലോമീറ്ററുകൾ തിക്നെസ്സിൽ കെട്ടിനിൽക്കുമ്പോൾ കരിമ്പടം പുതച്ച പുതപ്പ് പോലെ ആയിരിക്കും. പ്രകൃതിക്ഷോഭത്തിൽ ശക്തമായ ശീൽക്കാര ശബ്ദത്തോടുകൂടെ കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റും ഉണ്ടാകും. ഇതിനിടയിൽ മേഘങ്ങൾ അടിച്ചുടഞ്ഞ് മാറുന്നത് പോലെ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടെ നോക്കുമ്പോൾ സൂര്യൻ കറുത്ത് കരുവാളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയും. വീണ്ടും മേഘം കൊണ്ടടയും. സൂര്യനിൽ വാതട്ടുന്ന നിമിത്തം, സൂര്യനും പ്രകാശം ഉണ്ടാകാത്ത നിമിത്തം, അത് കരിമ്പടം പോലെ കറുത്തു നിൽക്കുന്ന നിമിത്തം ചന്ദ്രൻ പ്രകാശിക്കുകയില്ല. അത് സത്യമാണ്. അതിന് എല്ലാവർക്കും നിസ്സാരമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. അത് എന്ന് നിത്യമല്ല, അല്പകാലത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും, വീണ്ടും ശാന്തമാകും. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ. ഇത് സാധാരണ കർത്താവ് പറഞ്ഞതായ പ്രവചന വിഷയങ്ങൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഇത് നമ്മൾ വായിച്ചു. ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ള സാധാരണഗതിയിൽ ഗ്രഹിക്കുവാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. അത്തി യഹൂദന്മാരുടെ നാട്ടിലെ സുലഭമായി കാണുന്ന വൃക്ഷമാണ്. അത്തി യഹൂദന്മാരുടെ നാട്ടിൽ അത്തി ഫലശേഖരത്തിനായി അത്തിത്തോട്ടങ്ങൾ ധാരാളമുണ്ട്. ഇസ്രയേലിൽ 7 ടൈപ്പുള്ള അത്തികൾ കാണുവാൻ കഴിയുന്നു. നമ്മുടെ നാട്ടിലും നല്ല വലിപ്പമുള്ള ഇലകളോടുകൂടി അത്തികൾ പല വീടുകളിലോ തോട്ടങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നു. അത് നട്ടു വളർത്തുന്നത് അതിന് ഫലവുമുണ്ട്. എന്നാൽ 7 വിധത്തിലുള്ള അത്തികളിലും നിറഞ്ഞെപ്പോഴും ഫലം കാണുകയില്ല. 12 മാസവും നിറഞ്ഞ് ഫലം നിൽക്കുന്നതും പ്രത്യേകിച്ച് ചില സമയത്ത് മാത്രം പഴുക്കുന്ന ഫലശേഖരണത്തിൻ്റെ ചില വൃക്ഷമുണ്ട്. എന്നാൽ പലസ്തീനിൽ അല്ലെങ്കിൽ ഇസ്രയേലിൽ
അതിൻ്റെ വേര് തൊട്ട് മുകളിലെ തണ്ട് വരെ നിറച്ച് ഇറുങ്ങൽ പിടിച്ച് അത്തിക്കായ്കൾ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം വൃക്ഷങ്ങളുണ്ട്. പലപ്പോഴായി ഉണ്ടാകുന്ന ശക്തമായ പെരുങ്കാറ്റും ചുഴലിക്കാറ്റും ഈ മരത്തിൽ അത്തിവൃക്ഷത്തിൽ വന്നടിച്ചിട്ട് അത് ആടി ഉലഞ്ഞിട്ട് അതിൽ നിൽക്കുന്ന പച്ചക്കായ്കൾ മെറ്റിൽ ചിതറിക്കിടക്കുന്ന പോലെ താഴെ വിരിഞ്ഞു കിടക്കും. കാറ്റിന് ശക്തിയാൽ അത് പറഞ്ഞ് താഴെ വീഴുന്നതാണ്. കർത്താവ് അവയെ ചൂണ്ടിക്കൊണ്ട് ദൃഷ്ടാന്തമായി പറയുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ ഉൽക്കകൾ, ധൂമകേതുക്കൾ, മിസൈലുകൾ താഴോട്ട് വീഴുമെന്നാണ്. അത് സംഭവിക്കും. ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിന് അപ്പുറത്തു നിന്ന്, ഈ സൗരയൂഥ ഭാഗങ്ങൾക്കും അപ്പുറത്തു നിന്ന് പല നിലയിൽ ഈ സ്പേസിൽ കൂടെയോ അല്ലെങ്കിൽ പിന്നത്തിൽ ഭൂമിയിൽ പതിക്കുന്ന ധൂമകേതുക്കളെ കുറിച്ചുള്ള വിശദീകരണം കാണുവാൻ കഴിയും. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ വീതം വലിപ്പമുള്ളതായ നൂറുകണക്കിനും ആയിരക്കണക്കിന് ധൂമകേതുക്കളെന്നും മിനിഗ്രഹങ്ങളെന്നും പറയുന്ന പല കൊച്ചു കൊച്ചു മിനിഗ്രഹങ്ങൾ ഈ ഭ്രമണപഥത്തോട് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തത്തോടുള്ള ബന്ധത്തിൽ അവരിപ്പോൾ പറയുന്നു, അധികം വൈകാതെ 2-3 കിലോമീറ്റർ വ്യാസമുള്ള കരിമ്പാറകളാകുന്ന കൊച്ചു കൊച്ചു ഗ്രഹങ്ങൾ, മിനിഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും അത് ഭൂമിയിൽ പതിക്കുമെന്നാണ്. അത് ഭൂമിയിൽ പതിച്ചാൽ പറയുന്നത് ഭൂമിയുടെ ആ വായുമണ്ഡലത്തോട് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് സഞ്ചരിക്കാൻ അതീവ വേഗത നിമിത്തം ഫ്രിക്ഷൻ ഉണ്ടായിട്ട് വൻ തീപിടുത്തം ഉണ്ടാകും. എന്നിട്ട് അവ ഭൂമിയുടെ അടുക്കുകയും അതിൻ്റെ വരവും അതിൻ്റെ വേഗതയും അതിലുണ്ടാകുന്ന ചൂടും റേഡിയേഷനും അതിൽ നിന്നുള്ള വൈദ്യുതരംഗവും നിമിത്തം പൊട്ടിത്തകർന്ന 1000 പീസുകളായി അത് നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലേക്ക് വീഴും. കുറച്ചെല്ലാം ഭൂമിയുടെ പുറത്ത് സ്പേസിൽ വീഴും, ചിലത് സമുദ്രത്തിൽ വീഴും, ചിലത് കരയിൽ വീഴും. അങ്ങനെയാകുന്നുവെങ്കിൽ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഒന്നത്. മറ്റൊന്ന്, ശക്തമായി നിരന്തരമായി പുറകെ വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളാകാം ഭൂമിയിൽ വീണു. അടുത്ത് വായിക്കുന്നത്, പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശത്തട്ടുകൾക്ക് വലിയ വരുന്നതായ മാറ്റം. സ്ട്രാറ്റോസ്ഫിയർ, ടോപ്പോസ്ഫിയർ, എക്സോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറയുന്നതായ ശാസ്ത്രീയ ലോകം കണ്ടുപിടിച്ച് പേര് നിർണയിച്ചിരിക്കുന്ന ഭൂമിയുടെ സുരക്ഷിത കവചമായിരിക്കുന്ന ആകാശത്തട്ടുകൾ ഈ നിലയിലെ സംഭവ പരമ്പരകളിൽ കൂടെ ഓസോൺ ലെയർ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനെയാണ് പുസ്തകച്ചുരുൾ ചുരുട്ടും പോലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകത്തക്കോണം ഒരു ഭൂകമ്പവും ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഭൂമിയുടെ അതോ ഭാഗത്തോ സമുദ്രാന്തർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭൂകമ്പമോ അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ മുകളിലോട്ട് വന്ന് ഛർദ്ദിച്ച് വെക്കുന്ന ലാഭനിമിത്തം അവിടെ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന പുതിയ പുതിയ ദ്വീപുകളോ അല്ലെങ്കിൽ ചില ദ്വീപുകളെ ഉടച്ച് തകർത്ത് മാറ്റുന്ന ഭൂകമ്പങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനോ ചിലപ്പോൾ കാണുവാനോ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ പറയുന്നത് അപ്രകാരമല്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പർവ്വതനിരകൾ പോലെ ഭൂമിയിലുള്ളതായ എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകണമെങ്കിൽ ആ ഭൂകമ്പത്തിന്റെ തീവ്രത എത്ര വലുതായിരിക്കും, അതിന്റെ നാശനഷ്ടങ്ങൾ എത്ര വലുതായിരിക്കും, ആർക്കും സ്വസ്ഥതയുണ്ടാകുവാൻ. ഈ സമയത്ത് സന്ദർഭോചിതം പറയട്ടെ, മണ്ണിലും ചേറിലും ചെളിവെള്ളത്തിലുമായി അടിസ്ഥാനമിട്ട് ആകാശം മുട്ട എന്നോണം തോന്നുമാറ് പണിത് വിട്ടിരിക്കുന്ന ഈ പാർപ്പിട സംശയങ്ങളായ ബഹുനില കെട്ടിടങ്ങളിൽ ആ സ്ഥലത്ത് ഒരു ഭൂകമ്പം ഉണ്ടായാൽ സംഭവിക്കുന്നത് നോക്കൂ. അത് ആടി ഉലഞ്ഞ് ബീമും സ്ലാബും ഭിത്തികളും ആ ഫ്ലാറ്റുകളും എല്ലാം ചണ്ടിക്കൂമ്പാരം പോലെ ഉടഞ്ഞ് തകർന്ന് ചരിഞ്ഞ് കിടക്കുന്ന കാഴ്ച ഒന്ന് ഭാവനയിൽ കാണുവാൻ കഴിയുമോ? ഇവിടെ താഴോട്ട് വായിക്കുന്നു, അത് നിമിത്തം മരണത്താൽ മാറ്റപ്പെടാത്ത ജീവനോടെ ഇരിക്കുന്ന അംഗവൈകല്യത്തോടുകൂടെ രക്ഷപ്പെട്ട് ആയിരിക്കുന്ന വ്യക്തികൾ ഭൂമിയിലെ ചില രാജാക്കന്മാരുണ്ട്, മഹത്വക്കളുണ്ട്, സഹസ്രാധിപന്മാരുണ്ട്, ധനവാന്മാരുണ്ട്, ബലവാന്മാരുണ്ട് എന്ന് പറഞ്ഞ് താഴോട്ട് വായിക്കുന്നു. അവരൊക്കെ നിലവിളിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഉറ്റവരും ഉടയവരും ബന്ധുജനങ്ങളും അവരുടെ സ്വത്തും അവരുടെ നിക്ഷേപങ്ങളും എല്ലാം അവിടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ മാത്രമായി എന്തിന് ജീവിക്കുന്നു? അവിടെ ഇതാ കഷ്ടമേ കഷ്ടമയ്യോ, ഈ ഭൂവാസികൾക്കൊക്കെയും ആ ദിനങ്ങൾ
ദുഷ്ടത തൻ ഫലത്താൽ ഈ ജീവിതം നഷ്ടം എന്നോർക്കുമപ്പോൾ രാജാവും മന്ത്രിയും ദാസൻ സ്വതന്ത്രനും യാതൊരു സ്വസ്ഥതയും കണി കാണില്ല എന്നാണ് ഒരു കവി ഇതിനെക്കുറിച്ച് പാടിയിരിക്കുന്നത്. അപ്പോൾ രാജാവും മന്ത്രിയും ദാസൻ സ്വതന്ത്രനും യാതൊരു സ്വസ്ഥതയും കണി കാണാതെ വണ്ണം വേദനപ്പെട്ട് നിലവിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാമോ? 15-ാം വാക്യം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും വൻപാറകളിലും ഒളിച്ചുകൊണ്ട്. ഗുഹകളിലും വൻപാറകളിലും, അത് സുവിശേഷങ്ങൾ വായിക്കുന്ന മലപ്പാറകൾ എന്നുമാണ്. ഇവിടുത്തെ പുതിയ വേർഷനിലാണ് വൻപാറകൾ എന്ന് വായിക്കുന്നത്. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. വൻപാറകളിലും ഒളിച്ചുകൊണ്ട് ആരാണെന്ന് നോക്കൂ. ഈ രാജാക്കന്മാരെ പോലെ വിലസുന്നവർ, അല്ലെങ്കിൽ അക്ഷരീയമായ കുറച്ച് രാജാക്കന്മാരൊക്കെ ഇന്ന് വാഴുന്നത് ഗൾഫ് കൺട്രീസിലാണ്. രാജാക്കന്മാർ, മഹത്വക്കൾ, മഹാന്മാർ, സഹസ്രാധിപന്മാർ, ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും അധിപന്മാരായ ഡിഫൻസ് മേഖലയിലെ വൻ ഉദ്യോഗസ്ഥന്മാർ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ധനവാന്മാർ, ധനം കൊണ്ട് അഹങ്കരിച്ച് ഉളച്ച് മതിക്കുന്നതായ വൻപന്മാർ, ബലവാന്മാർ, അവരുടെ ആയുധബലം കൊണ്ടോ സമ്പത്തിന്റെ പെരുപ്പം കൊണ്ടോ അവിടെ കുടുംബ ഭദ്രത കൊണ്ടോ എല്ലാം കൊണ്ടും ബലവാന്മാരായിരിക്കുന്ന വ്യക്തികൾ, സകലദാസനും സ്വതന്ത്രനും സ്വാതന്ത്ര്യത്തോടുകൂടെ സ്വതന്ത്രമായി നിൽക്കുന്ന, ഞാൻ തന്നെ മഹാനെന്ന് നിൽക്കുന്ന സ്വതന്ത്രന്മാർ, തങ്ങളുടെ സകല മഹത്വങ്ങൾ എന്തു ചെയ്യും? ജീവനോട് ശേഷിക്കുന്നവർ ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. എന്റെ കുറ്റവരും ബന്ധുജനങ്ങളുമായ സകലരും നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട ഞാൻ മാത്രം എന്തിനു ജീവിക്കുന്നു? മലകളെ, പാറകളെ, ഭീകരങ്ങളെ, കെട്ടടങ്ങളെ, ഞങ്ങളെ കൂടെ കൊന്നുകളാ, ഞങ്ങളും ഇല്ലായ്മയായി തീരട്ടെ, ഞങ്ങൾ ഇനി എന്തിനു ജീവിക്കുന്നു? ഈ നിലവിളിയുടെ ദർശനമാണ് ഇവിടെ പറയുന്നത്. പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കും നിൽക്കുവാൻ കഴിയും? ഈ അതിഭയങ്കരമായ സംഭവ പരമ്പരകളിൽ കൂടെ 6 മുദ്രകളുടെ വിശദീകരണവും ഇവിടെ അവസാനിപ്പിക്കുന്നു. 6-ാം മുദ്ര കഴിഞ്ഞാൽ അടുത്ത 7-ാം മുദ്രയെ കുറിച്ച് കൂടെ പറയണമല്ലോ. 7-ാം മുദ്ര 7-ാം അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആദ്യത്തെ ന്യായവിധിയുടെ 7 മുദ്രകളിൽ 6 മുദ്രകളിൽ സംഭവിച്ച സംഭവ പരമ്പരകളുടെ തീവ്രത മനുഷ്യന് അഭിമുഖിക്കുവാൻ കഴിയാത്ത വണ്ണം അത്രത്തോളം അപാരമായിരുന്നത് കൊണ്ടും അത് ഏറ്റവും ഭയങ്കരമായും ഭീകരമായിരുന്നത് കൊണ്ടും അവയുടെ മനുഷ്യന്റെ ബലഹീനതമായ പരിമിതിക്കകത്ത് അവന് സഹിക്കുവാൻ കഴിയാത്തതായതുകൊണ്ടും ഭൂസിമവാസികൾക്ക് താങ്ങുവാൻ കഴിയാത്തതായതുകൊണ്ടും സ്വർഗം ഇതാ അരമണിക്കൂറോളം ദുഃഖസൂചനയായി മൗനമായിരിക്കുക. ഈ ഭൂമിയിൽ ഒരു MLA യോ ഒരു MP യോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു VIP യോ ഏതെങ്കിലും നിലയിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോടുള്ള ബഹുമാന സൂചകമായി, ദുഃഖസൂചകമായി സ്കൂളിലോ കോളേജുകളിലോ ഓഫീസുകളിലോ അസംബ്ലി കൂടുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ മരിച്ച വ്യക്തിയോടുള്ള ബഹുമാന സൂചകമായി, ദുഃഖസൂചകമായി നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മൗനമായി നിൽക്കാമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ അർത്ഥമായി എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതും. ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടികൾ ഒരു വിഭാഗമായ ഭൂമിയെയും ഭൂവാസികളെയും ദണ്ഡിപ്പിച്ച ദണ്ഡനത്തിന് ഭീകര നിമിത്തം സ്വർഗം ഇതാ എപ്പോഴും സ്തുതിഗീതങ്ങളാൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതായ സ്വർഗത്തിലെ ദൂതന്മാരും സ്വർഗവും ഇവിടെ മൗനമായിരിക്കുക. ഇപ്പോൾ ഞാൻ ചില നിമിഷങ്ങൾ മൗനമായിരുന്നാൽ അത് എന്തോ സംഭവിച്ചതായ ഒരു പ്രതീതി ഉണ്ടാവും. ഓരോ നിമിഷങ്ങൾക്കും വലിയ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂർ, ഒരു യുഗത്തിന്റെ ഗ്യാപ്പ് തന്നെ ഉണ്ടാകുകയില്ലേ? സ്വർഗം ദുഃഖമാകുകയാണ്. അതിനെ തുടർന്ന് വായിക്കുന്നത്, അപ്പോൾ ദൈവസേനയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് 7 കാഹളം ലഭിച്ചു. തുടർന്ന് നടക്കുന്ന ന്യായവിധിയുടെ 7 കാഹളങ്ങളുമായി 7 ദൂതന്മാർ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നു. മഹോപദ്രവം അല്ലെങ്കിൽ മഹാപീഡനം എന്ന വിഷയത്തിന്റെ 1-ാം ഭാഗം 7 മുദ്രകൾ അവസാനിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ഡിസ്കിൽ നമുക്ക് കാണാം. ദൈവം സഹായിക്കട്ടെ.